പ്രിയമുള്ളവരെ, വചനജ്വാല 1648 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 6 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. 50 നോമ്പ് 19 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 25 അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. 70 വർഷം പ്രവാസത്തിൽ യൂദാ രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കിമിന്റെ വാഴ്ചയുടെ 4-ാം വർഷം ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന്റെ 1-ാം ഭരണവർഷം യൂദാ ജനത്തെക്കുറിച്ച് ജെറമിയായ്ക്ക് ലഭിച്ച അരുളപ്പാട്. ജെറമിയ പ്രവാചകൻ യൂദയായിലെ ജനങ്ങളോടും ജെറൂസലേം നിവാസികളോടും പറഞ്ഞു, യൂദാ രാജാവും ആമോന്റെ പുത്രനുമായ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം മുതൽ ഇന്ന് വരെ 23 വത്സരം ദൈവത്തിന്റെ അരുളപ്പാട് എനിക്കുണ്ടായി. ഞാൻ അവ നിങ്ങളെ നിഷ്ഠയോടുകൂടെ അറിയിക്കുകയും ചെയ്തു, എന്നാൽ നിങ്ങൾ കേട്ടില്ല. കർത്താവ് തന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ഇടവിടാതെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചെങ്കിലും നിങ്ങൾ അവരെ ശ്രദ്ധിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല. അവർ പറഞ്ഞു, നിങ്ങൾ ദുർമാർഗവും ദുഷ്പ്രവൃത്തിയും ഉപേക്ഷിച്ച് പിന്തിരിയുക. എങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കും കർത്താവ് പണ്ട് എന്നേക്കുമായി നൽകിയ ദേശത്ത് നിങ്ങൾക്ക് വസിക്കാം. അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും അരുത്. നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയും അരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയില്ല. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്കു കേട്ടില്ല. നിങ്ങളുടെ തന്നെ നാശത്തിനായി നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്, കർത്താവ് അരുളി ചെയ്യുന്നു. അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾക്കൊരു വചനം കേൾക്കാതിരുന്നാൽ ഉത്തരദേശത്തെ വംശങ്ങളെയും ബാബിലോൺ രാജാവായ എൻ്റെ ദാസൻ നബുക്കദ്നേസറിന്റെയും ഞാൻ വിളിച്ചു വരുത്തും. ഞാൻ ഈ ദേശത്തെ ഇതിലെ നിവാസികളെയും ചുറ്റുമുള്ള ജനതകളെയും നിശേഷം നശിപ്പിക്കും. ഞാൻ അവരെ ഒരു ബീഭത്സ വസ്തുവും പരിഹാസ വിഷയവും ശ്വാസത നിന്ദാപാത്രവും ആക്കും. ഞാൻ അവരിൽ നിന്ന് ആനന്ദഘോഷവും ഉല്ലാസത്തിമിർപ്പും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും തിരികല്ലിന്റെ ഒച്ചയും വിളക്കിന്റെ വെളിച്ചവും നീക്കിക്കളയും. ഈ ദേശം നശിച്ച് ശൂന്യമാകും. ഈ ജനതകൾ ബാബിലോൺ രാജാവിന് 70 വർഷം ദാസ്യവൃത്തി ചെയ്യും. 70 വർഷം പൂർത്തിയാകുമ്പോൾ ബാബിലോൺ രാജാവിൻ്റെയും ജനതയുടെയും കൽദായ ദേശത്തെയും അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ശിക്ഷിക്കും. ആ ദേശത്തെ ശാശ്വത ശൂന്യതയാക്കി തീർക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. ആ ദേശത്തിനെതിരായി ഞാൻ പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും സകല ജനതകളെയും കുറിച്ച് ജെറമിയ പ്രവചിക്കുകയും ഈ ഗ്രന്ഥത്തിൽ എഴുതുകയും ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ നിറവേറ്റും. അനേകം ജനതകൾക്കും മഹാരാജാക്കന്മാർക്കും അവർ അടിമകളാകും. അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ക്രോധത്തിന്റെ പാനപാത്രം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു,
എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ക്രോധത്തിന്റെ വീഞ്ഞു നിറഞ്ഞ ഈ പാനപാത്രം എടുത്ത് ഞാൻ നിന്നെ ആരുടെ അടുത്തേക്ക് അയക്കുന്നുവോ ആ ജനതകളെയെല്ലാം കുടിപ്പിക്കുക. അവർ അത് കുടിക്കും. ഞാൻ അവരുടെ മേൽ അയക്കുന്ന വാൾ നിമിത്തം അവർ ഉന്മത്തരാവുകയും അവർക്ക് ചിത്തഭ്രമം സംഭവിക്കുകയും ചെയ്യും. ഞാൻ കർത്താവിന്റെ കയ്യിൽ നിന്ന് പാനപാത്രം എടുത്ത് അവിടുന്ന് എന്നെ ആരുടെ അടുക്കലേക്ക് അയച്ചു ആ ജനതകളെയെല്ലാം കുടിപ്പിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയായ വിശുദ്ധ കോളറ്റിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. 1381 ജനുവരി 13 പിക്കാർഡിയിൽ ഒരു തച്ചന്റെ മകളായി കോളറ്റ് ജനിച്ചു. ബാല്യം മുതൽക്കേ സന്യാസത്തോട് അവൾക്ക് അത്യന്തം താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ആദ്യം ബെനഡിക്ടൻ സഭയും പിന്നീട് ബെഗുവിൻസ് സഭയും പിന്നീട് പുവർ ക്ലെയേഴ്സിന്റെ സഭയും അവളെ പരീക്ഷിച്ചു നോക്കി. അവയൊന്നും ഇഷ്ടപ്പെടാതെ അവസാനം ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ ചേർന്ന് ഏകാകിനിയായി പിക്കാർഡി ദേവാലയത്തിനെതിരെ ഒരു കുടിലിൽ താമസിച്ചു തുടങ്ങി. ഏകാന്ത സന്യാസ ജീവിതത്തിന്റെ കാലം കഴിഞ്ഞുവെന്ന് കണ്ട് കോളറ്റ് വീണ്ടും പുവർ ക്ലെയേഴ്സിന്റെ സഭയിൽ ചേർന്നു. മാത്രമല്ല, വിശുദ്ധ ഫ്രാൻസിസ് അസീസി അവൾക്ക് കാണപ്പെട്ട് പുവർ ക്ലെയേഴ്സിന്റെ സഭ നവീകരിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. സ്പെയിനിലെ മഠങ്ങൾ വിശുദ്ധ ഫ്രാൻസിസ് നൽകിയ നിയമങ്ങളും മറ്റു ചില മഠങ്ങൾ കാർഡിനൽ കജറ്റൻ എഴുതിയ നിയമങ്ങളും അനുസരിക്കുകയായിരുന്നു. കോളറ്റ് വിശുദ്ധ ഫ്രാൻസിസ് നൽകിയ പ്രാഥമിക നിയമങ്ങൾ സ്വീകരിച്ച് ബോമിൽ ഒരു മഠം തുടങ്ങി. പിന്നീട് ബൊസാനാസോണിലും പുതിയ സഭ കോളറ്റ് പുവർ ക്ലെയേഴ്സ് എന്നറിയപ്പെട്ടു. പ്രാഥമിക നിയമങ്ങളുടെ കാർക്കശ്യത്തിന് യാതൊരു കുറവും വരുത്താതെ കോളറ്റ് അനുസരിച്ചു പോന്നു. നിരന്തരമായ പരീക്ഷണങ്ങൾ അവൾ അനുഭവിക്കേണ്ടി വന്നു. കോൺസ്റ്റാന്റിലെ കൗൺസിൽ അക്കാലത്താണ് ജോൺ 23-ാമൻ, എതിർപ്പാപ്പ ബെനഡിക്ട് 13-ാമൻ, ഗ്രിഗറി 12-ാമൻ എന്നിവരിൽ ആരാണ് യഥാർത്ഥ മാർപ്പാപ്പ എന്ന് തീരുമാനിക്കാൻ നിർബന്ധിതനായത്. വിശുദ്ധ വിൻസെന്റ് ഫെററിന്റെയും വിശുദ്ധ കോളറ്റിന്റെയും സേവനങ്ങൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വളരെ സഹായിച്ചു. ഈ അധ്വാനങ്ങളുടെ ഇടയ്ക്ക് പിശാച് അവളെ അങ്ങേയറ്റം പരീക്ഷിച്ചു. കോളറ്റ് അവയെല്ലാം ജയിച്ച് 1447 മാർച്ച് 6 ഭാഗ്യമരണം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, ഒരു നല്ല കത്തോലിക്കന്റെ ലക്ഷണം തിരുസഭയോടുള്ള സ്നേഹവും ക്രിസ്തുവിൻ്റെ പ്രതിനിധിയോടുള്ള ബഹുമാനവുമാണ്. പ്രിയരെ, കന്യകയായ വിശുദ്ധ കോളറ്റിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.